ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധം 11-ാം ശൗനക ഉവാച. അധേമമർത്ഥം പൃച്ഛാമോ ഭവന്തം ബഹുവിത്തമം സമസ്തതന്ത്രരാദ്ധാന്തേ ഭവാൻ ഭാഗവത തത്വവിദ്. ഭാഗവത ഹേ ഭഗവത് ഭക്ത, ഭവാൻ അങ്ങ് സമസ്തതന്ത്രരാദ്ധാന്തേ സമസ്ത തന്ത്രസിദ്ധാന്തത്തിൽ തത്വവിദ് തത്വജ്ഞനാണ്. അതുകൊണ്ട് ബഹുവിത്തമം ഏറ്റ അറിവുള്ള ഭവന്തം ഭവാനോട് ഇമം അർത്ഥത്തെ പ്രച്ഛാമ ഞങ്ങൾ ചോദിക്കുന്നു. 11-ാം അധ്യായത്തിൽ മഹാപുരുഷനെ പൂജിക്കാൻ ഉപകരിക്കുന്ന വിധത്തിൽ വർണ്ണിക്കുകയും പ്രതിമാസം ഉദിക്കുന്ന സൂര്യവ്യൂഹത്തിൻ്റെ പ്രത്യേകത വിവരിക്കുകയും. അപ്പോൾ ഓരോ മലയാള മാസത്തിൽ ഉദിക്കുന്ന സൂര്യന് പ്രത്യേകതയുണ്ട്, അത് വർണ്ണിച്ചു തരികയും ചെയ്യണം. അപ്പോൾ ഭഗവാനെ, പരമാത്മാവിനെ, പരബ്രഹ്മത്തെ പൂജിക്കാൻ ഉപകരിക്കുന്ന വിധത്തിൽ വർണ്ണിക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവത് ഭക്തരിൽ ശൗനകം പറയാം, ഉത്തമനായിട്ടുള്ളവനെ ഭവാൻ സമസ്ത തന്ത്രങ്ങളുടെയും ഉപാസനാ പദ്ധതികളുടെയും രഹസ്യം അറിയണവനാണല്ലോ. അതുകൊണ്ട് സർവവും അറിഞ്ഞിരിക്കണം അങ്ങയോട് ഞങ്ങൾ ഈ സംഗതി ചോദിക്കുന്നു. ഭാഗവത തത്വവിദ് എന്ന് ഏകവതായിട്ട് പാഠഭേദം. ഭാഗവത തത്വം നന്നായി അറിഞ്ഞിരിക്കണമെന്നും അർത്ഥം വരി. താന്ത്രികാ പരിചര്യായാം കേവലസ്യ ശ്രിയപദേ അംഗോപാംഗായുധാകൽപ്പം കൽപ്പയന്തി യഥാ ചയൈം തന്നോ വർണ്ണയ ഭദ്രം ദേ ക്രിയായോഗം ബുഭുത്സദാം യേന ക്രിയ നൈപുണേന മർത്യയായാദമർത്യതാം. കേവലസ്യ ശ്രീയപ്പദേ, ചിന്മാത്ര സ്വരൂപനായിട്ടുള്ള ശ്രീഹരിയുടെ, ശ്രീപതിയുടെ പരിചര്യായാം ഉപാസനയിൽ താന്ത്രിക തന്ത്രമാർഗ തൽപരന്മാർ യഥായയിച്ച ഏതു തത്വങ്ങളെ കൊണ്ട് അംഗോപാംഗായുധാകൽപ്പം, അംഗങ്ങൾ ഉപാംഗങ്ങൾ ആയുധങ്ങൾ ആകൽപ്പങ്ങൾ ഇതിനെയൊക്കെ കൽപ്പയന്തി കൽപ്പിക്കുന്നു. ക്രിയായോഗം, ക്രിയായോഗത്തെ ഭൂത്സദാ അറിയാൻ മോഹിക്കണ ഞങ്ങളോട് തത് പറഞ്ഞേ, അതിനെ വർണ്ണിച്ചു തരണേ. തേ ഭദ്ര, അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. ഏന ക്രിയാ നൈപുണേന, യാതൊരു ക്രിയാനൈപുണ്യം കൊണ്ട് മർത്യ മനുഷ്യൻ അമർത്യതാം ദേവത്വത്തെ പ്രാപിക്കൂ, യായാത് പ്രാപിക്കൂ. ഇപ്പോൾ അറിയാനാഗ്രഹിച്ച എൻ്റെ സ്വരൂപം സൂതനോട് പറയുകയാണ് ഈ മഹർഷി ശൗനകൻ. അപ്പോൾ കേവലാനന്ദ സ്വരൂപനായിട്ടുള്ള ശ്രീപതിയുടെ ഉപാസനയിൽ തന്ത്രസിദ്ധാന്തത്തെ അനുസരിക്കുന്ന ഭക്തന്മാർ, സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ ശ്രീകൃഷ്ണൻ്റെ ഉപാസനയിൽ തന്ത്രസിദ്ധാന്തം അനുസരിക്കുന്ന ഭക്തന്മാർ ഭഗവാന്റെ കരചരണാദികളായിട്ടുള്ള അംഗങ്ങളെയും ഗരുഡൻ മുതലായ വാഹനാദികളെയും സുദർശനങ്ങളായിട്ടുള്ള ആയുധങ്ങളെയും കൗസ്തുഭാദികളായിട്ടുള്ള ഭൂഷണങ്ങളെയും ഏതേതു തത്വങ്ങളെ കൊണ്ട് ഏതേത് വിധത്തിലാണ് കൽപ്പിക്കുന്നത് ചോദിക്കുക. ഇപ്പോൾ ക്രിയായോഗത്തെ അറിയാൻ മോഹിക്കണം ഞങ്ങളോട് അത് പറഞ്ഞു തരണം. നോക്കിക്കോളൂട്ടോ എത്ര ശാസ്ത്രീയമാണ് തന്ത്രവിദ്യ എന്ന്. ഇപ്പോൾ ക്രിയായോഗ പരിജ്ഞാനത്തിൻ്റെയും വിധിപ്രകാരമുള്ള അനുഷ്ഠാനത്തിൻ്റെയും വൈഭവത്താൽ മനുഷ്യർ ദേവനായിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ നമ്പൂതിരിമാരെ തിരുമേനി എന്ന് വിളിക്കണേ, അല്ലേ? താന്ത്രിക പണ്ടൊക്കെ കേട്ടോ. ഇപ്പോൾ അതുപോലെ അവർ ചെയ്യണ്ടോയെന്ന് എനിക്കറിയില്ല. ഇപ്പം അതൊരു ഉപജീവനമാർഗമായിട്ട് ചിലർക്കൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും അതുകൊണ്ട് വൈഭവമുണ്ട്. ഈ ഉപാസന മനുഷ്യനെ ദേവനാക്കി മാറ്റും. അതുകൊണ്ട് ആ മാർഗം ഞങ്ങളോട് പറഞ്ഞു തരണേന്ന് പറയാം. അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. സൂത ഉവാച. നമസ്കൃത്യ ഗുരൂൻ വക്ഷ്യേ വിഭൂതിർ വൈഷ്ണവീരവീ യാ പ്രോക്ത വേദതന്ത്രാഭ്യാം ആചാര്യൈ പത്മജാതിഭി ബ്രഹ്മാവ് തുടങ്ങിയ ആചാര്യന്മാരാൽ വേദതന്ത്രാഭ്യാം, വേദങ്ങളും തന്ത്രങ്ങളും കൊണ്ട് യാ പ്രോക്ത, യാതൊന്ന് പറയപ്പെട്ടേക്കണു. താ വൈഷ്ണവീ വിഭൂതി
അഭി ആ വൈഷ്ണവ വിഭൂതികളെയും ഗുരുവും നമസ്കൃത്യ പക്ഷേ ഗുരുനാഥന്മാരെ നമസ്കരിച്ചിട്ട് വചിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഗുരുപദേശം കൊണ്ട് അറിഞ്ഞിരിക്കണോണ്ടേ, ഗുരുപദേശം കൊണ്ടാണ് ഈ സർവവും സൂതം പഠിച്ചല്ലേ. അതുകൊണ്ട് ആദ്യം ഗുരുക്കന്മാരെ നമസ്കരിച്ചുകൊണ്ടാണ് സൂതം പറയണേ. ഇപ്പോൾ ക്രിയാമാർഗത്തെ ആദിയിൽ നിശ്ചയിച്ച ആചാര്യന്മാരായിട്ടുള്ള ബ്രഹ്മാദികളാൽ, ബ്രഹ്മാവ് തുടങ്ങിയവരാൽ വേദങ്ങളിലും തന്ത്രങ്ങളിലും ഏതേതു വിധം പറയപ്പെട്ടേക്കണോ ആ വിധത്തിൽ വൈഷ്ണവ വിഭൂതികളെ എൻ്റെ ഗുരുഭൂതന്മാരെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ പറയാം. മായാധ്യൈർ നവഭിത്തത്വൈ സ വികാരമയോ വിരാട് നിർമ്മിതോ ദൃശ്യത്തെ യത്ര സചിത് കേ ഭുവനത്രയം. മായാധ്യൈ നവഭി തത്വൈ, മായ തുടങ്ങിയ 9 തത്വങ്ങളെ കൊണ്ട് വികാരമായ വികാരങ്ങളോടുകൂടിയ സ വിരാട് നിർമ്മിത, വിരാട് പുരുഷൻ നിർമ്മിക്കപ്പെട്ടു. സജിത് കേ യത്ര കേചന ചേതനാധിഷ്ഠിതമായിട്ടുള്ള യാതൊന്നിൽ ഭുവനത്രയം ദൃശ്യത 3 ലോകങ്ങളും കാണപ്പെടുന്നു. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അവയവങ്ങളെ കൽപ്പിക്കുന്നത് ഭൂമി മുതലായ തത്വങ്ങളെ കൊണ്ടാണെന്ന് അപ്പോൾ പറയാൻ ഭാവിക്കുന്ന സൂതൻ. അപ്പോൾ ഒന്നാമതായിട്ട് ഏതി കൽപ്പിക്കണു എന്നുള്ള ചോദ്യത്തിന് വിരാട് രൂപത്തിൽ കൽപ്പിക്കണു എന്ന് പറയാനായി വിരാട് രൂപത്തെ വർണ്ണിക്കുകയാണ്. ആനന്ദചിത് ഘന്നായിക്കണ മഹാവിഷ്ണുവിനെ ഉപാസിക്കാൻ വേണ്ടി ഒന്നാമതായിട്ട് വിരാട് സ്വരൂപം കൽപ്പിക്കുന്നു. പ്രകൃതി, സൂത്രാത്മാവ്, മഹത്തത്വം, അഹങ്കാരതത്വം, പഞ്ചതന്മാത്രകൾ, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഈ 9 തത്വങ്ങളെ കൊണ്ട് വിരാട് സ്വരൂപം സങ്കല്പിക്കുന്നു. അപ്പോൾ പ്രകൃതി, മഹത്തത്വം, സൂത്രാത്മാവ്, അഹങ്കാരതത്വം, പഞ്ചതന്മാത്രകൾ, 9 തത്വങ്ങളെ കൊണ്ട് വിരാട് സ്വരൂപം ആദ്യം സങ്കല്പിക്കും. 11 ഇന്ദ്രിയങ്ങളും പഞ്ചമഹാഭൂതങ്ങളാവണ വികാരങ്ങളോടുകൂടിയിരിക്കണവൻ വിരാട് പുരുഷന് സുപ്രസിദ്ധമാണ് അല്ലേ. 11 ഇന്ദ്രിയങ്ങളും മഹാഭൂതങ്ങളാവുന്ന വികാരങ്ങളോട് കൂടിയിരിക്കണം വിരാട് പുരുഷനാണ് സുപ്രസിദ്ധമാണ്. ഇപ്പോൾ ചൈതന്യാധിഷ്ഠായിട്ടുള്ള വിരാട് പുരുഷ ശരീരത്തിൽ 3 ലോകങ്ങളും കാണപ്പെടുന്നു. ഏതത് വൈ പൗരുഷം രൂപം ഭൂപാദൗ ദ്യൗ ശിരോ നാഭി സൂര്യോ അക്ഷിണീനാസി വായു കർണൗ ദിശ പ്രഭൂ. ഏതദ്വൈ പൗരുഷം രൂപം ഭൂപാദൗ ദ്യൗ ശിരോ നാഭി സൂര്യോ അക്ഷിണീനാസേ വായു കർണൗ ദിശ പ്രഭു. ഏതദ്വൈ ഇത് തന്നെ പൗരുഷം രൂപം വിരാട് പുരുഷ സ്വരൂപം. ഭൂമി പാദൗ പാദങ്ങൾ, ദ്യോവ് ശിരസ്, നാഭ ആകാശം, നാഭി സൂര്യൻ, അക്ഷിണി നേത്രങ്ങളേക്ക്, വായു നാസൈകൾ, ദിക്കുകൾ, പ്രഭു കർണു പ്രഭുവിൻ്റെ കർണ. അപ്പോൾ ഈശ്വരൻ അധിവസിക്കുന്ന ഈ 3 ലോകം തന്നെ വിരാട് പുരുഷൻ്റെ ഭഗവത് സ്വരൂപം. ലോകങ്ങൾ ഭഗവാനിൽ നിന്ന് ഭിന്നങ്ങളല്ലാണ്ട് ഭഗവത് സ്വരൂപമായിട്ട് തന്നെ കണ്ടോളണം. അതുകൊണ്ട് താഴെ പറയണ രീതിയിൽ ഭഗവാന്റെ അംഗങ്ങളെ കാണേണ്ടതാണ്. ഭൂലോകം ഭഗവാന്റെ തൃപ്പാദങ്ങൾ, ദേവലോകോ ഭഗവത് ശിരസ്, ആകാശോ നാഭിസ്ഥലം, സൂര്യൻ ഭഗവത് നേത്രം, വായു ഭഗവാന്റെ നാസികാദ്വാരങ്ങൾ, ദിക്കുകളോ ശ്രോത്രങ്ങൾ ചെവി, പ്രജാപതി പ്രജനനം, അപാനോ മൃത്യുരീഷിതൂ തദ്ബാഹവു ലോകപാല മനശ്ചന്ദ്രൗ ഭുവൗ യമ. പ്രജാപതി ബ്രഹ്മാവ്, പ്രജനനം ഗുഹ്യേന്ദ്രിയം, ഈശിതു ഈശ്വരൻ്റെ, അപാനവായു മൃത്യു അന്തകൻ, തദ്ബാഹവ ഭഗവാന്റെ കൈകൾ, ലോകപാലകന്മാർ, മനസ്സ്, ചന്ദ്രൻ, ഭ്രുവൗ പുരികങ്ങൾ, യമൻ. ഇപ്പോൾ ബ്രഹ്മദേവൻ ഭഗവാന്റെ മേഢ്രം ഗുഹ്യസ്ഥാനം, ജനനേന്ദ്രിയം, മൃത്യു ഈശ്വരൻ്റെ അപാനവായു, ലോകപാലകന്മാരോ കൈകൾ, ചന്ദ്രൻ മനസ്സ്, യമൻ പുരികങ്ങൾ. അപ്പോൾ ഇത് ബേസിക്കലി പുരുഷ സൂക്തത്തിൽ നിന്നാണ് ഈ തന്ത്രമൊക്കെ ഉരുത്തിരിഞ്ഞേക്കണേന്ന് സാരം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ചന്ദ്രമാ മനസൂജ് അല്ലേ, ജാത. അപ്പോൾ ലജ്ജുത്തരൂ അധരോ ലൂഭോ ദന്താജുത്സ്നാസ്മയ
സ്മയൂ ഭ്രമാ രോമാണി ഭൂരുഹാ ഭൂമ്നു മേഘാ പൂരുഷമൂർധജാ. ഭൂമ്ന ഭൂമാവിൻ്റെ സർവത്ര അറിഞ്ഞിരിക്കണോൻ്റെ സ്മയഹാസം ഭ്രമ ഭ്രമത്തിന് കാരണമായിട്ടുള്ള മായ ഭൂരുഹ വൃക്ഷങ്ങൾ രോമാണി രോമങ്ങൾ മൂർധജ കേശരോമങ്ങൾ മേഘ മേഘങ്ങൾ ദന്ത പല്ലുകൾ ജ്യോത്സ്ന ചന്ദ്രിക ഉത്തര മേൽച്ചുണ്ട് ലജ്ജ ലജ്ജ അധര താഴത്തെ ചുണ്ട് ലോഭ ലോഭം. അപ്പോൾ ലജ്ജ ഭഗവാന്റെ മേൽച്ചുണ്ടാണ്, ലോഭോ കീഴ്ച്ചുണ്ട്. ചന്ദ്രിക ഭഗവാന്റെ പല്ലുകൾ, ഭ്രമഹേതുവായിരിക്കണമായ ഭഗവൽ പുഞ്ചിരി, വൃക്ഷലതാദികൾ ഭഗവാന്റെ രോമങ്ങൾ, മേഘങ്ങളോ തലമുടികൾ. യാവാനയം വൈ പുരുഷോ യാവത്യാ സംസ്ഥയാമിതാ താവാനസാവപി മഹാപുരുഷോ ലോക സംസ്ഥയാം. യാവാനയം വൈ പുരുഷോ യാവത്യാ സംസ്ഥയാമിതാ താവാനസാവപി മഹാപുരുഷോ ലോക സംസ്ഥയം. പുരുഷൻ യാവത്യാ സംസ്ഥയ എത്രത്തോളം അവയവവിഭാഗത്താൽ യാവാൻമിത എത്രത്തോളം ഉള്ളവനാ നിശ്ചയിക്കപ്പെട്ടേക്കണു. അസൗ മഹാപൂരുഷ അഭി മഹാപുരുഷനും ലോകസംസ്ഥയ ലോകവിന്യാസം കൊണ്ട് താവാൻമിത അത്രത്തോളം ഉള്ളവനാ നിശ്ചയിക്കപ്പെട്ടേക്കണു. അപ്പം മുകളിൽ പറയാത്ത അവയവങ്ങളെ മേൽ കാണിച്ച രീതിയിൽ ലോകവിഭാഗത്തിൽ ഉൾപ്പെടുത്തി കാണണം എന്നുള്ള അഭിപ്രായത്തോടുകൂടി പറയുകയാണ്. ഈ ലോകത്ത് കാണപ്പെടുന്ന ഒരു പുരുഷന്, ഒരു ജീവനെ എത്ര അവയവങ്ങളുണ്ടോ ഒരു ആണിന് പുരുഷന് അത്രയും അവയവം ആകൃതിയും വലിപ്പവും ഈ മഹാപുരുഷനും വിരാട് പുരുഷനും ഈ 3 ലോകങ്ങളിൽ കാണപ്പെടുന്ന അപ്പം ഉണ്ടെന്ന് പറയുക. അപ്പോൾ ഈ 3 ലോകങ്ങളും ഭഗവാന്റെ അവയവങ്ങളാണല്ലോ. അപ്പോൾ ഈ 3 ലോകങ്ങളിൽ കാണപ്പെടുന്ന വിഭാഗങ്ങളാവണ അവയവങ്ങളോടും അത്രയും വലിപ്പത്തോടും കൂടിയവനാണ്. അപ്പോൾ ഒരു പുരുഷൻ്റെ, ഭൂമിയിലുള്ള ഒരു മനുഷ്യൻ്റെ അവയവങ്ങളുടെ അത്രയും വലിപ്പവും ആ റേഷ്യോ ആണ് ഇവിടെ പറയണേ കേട്ടോ. നമ്മുടെ ഇപ്പോൾ കൈക്കൊരു 10 മീറ്റർ നീളവും കാലിനൊരു 1/2 മീറ്റർ നീളമായാൽ മനുഷ്യനാവില്ലല്ലോ അല്ലേ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ശരീരത്തിന് ഒരു റേഷ്യോ ഉണ്ട് അല്ലേ. അവയവങ്ങൾ തമ്മിലുള്ള അവയവങ്ങളുടെ വലിപ്പത്തിന് ഒരു മൊത്തം ശരീരത്തിനായിട്ടൊരു ബന്ധമുണ്ട്, ഒരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ചാണ് ശരീരം അല്ലേ. ഉദാഹരണത്തിന് ഏതൊരു മനുഷ്യനായാലും സ്വയം നിങ്ങൾക്കൊക്കെ അളന്നു നോക്കാവുന്നതാണ് അല്ലേ. 96 നമ്മുടെ എല്ലാവരെയും നീളം, നമ്മുടെ കൈവിരലിൻ്റെ വണ്ണമില്ലേ, അങ്ങനെ 96 വിരൽ ചേർത്ത് വെച്ചാൽ അത്രയും ഉയരം നമുക്കുണ്ട്. അതാണ് കണക്ക്. അതുപോലെ മുഖത്തിന് ഇത്ര വിരൽ കണക്കുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു ജീവാത്മാവിൻ്റെ വിരലിന് എത്ര വലിപ്പമുണ്ടോ അതിൻ്റെ 96 ഇരട്ടി അതൊക്കെ നീളമുണ്ടാവും. മുഖത്തിന് ആ കൈവിരലിൻ്റെ കണക്കനുസരിച്ച് കണക്കുണ്ട്. അങ്ങനെയാണ് ആ കണക്കനുസരിച്ചാണ് രാജാ രവിവർമ്മ ചിത്രങ്ങൾ വരയ്ക്കാറ്, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് വിരാട് പുരുഷൻ ഭഗവാനും. ആ അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ വിരലിൻ്റെ 96 ഇരട്ടി ഉയരവും അതുപോലെ അതിനനുസരിച്ചുള്ള റേഷ്യോ അനുസരിച്ച് മുഖത്തിൻ്റെയും കൈകാലിൻ്റെയും ഒക്കെ വലിപ്പമുണ്ട് എന്ന് പറയണേ. ആ വലിപ്പമാണ് കാണപ്പെടണം കേൾക്കപ്പെടണമായിട്ടുള്ള സകല ലോകങ്ങളും. ലോകത്തിലെ ഓരോ വിഭാഗങ്ങളെ ഓരോ അവയവങ്ങളായിട്ട് കാണാൻ തക്ക വിധം മനസ്സിനെ മഹത്താക്കി തീർക്കണം. അപ്പോൾ ഈ വിശ്വത്ത് കാണുന്ന സർവവും സകല ജീവജാലങ്ങളും സകല വസ്തുക്കളും സകല സ്ഥലങ്ങളും ഭഗവാന്റെ അവയവങ്ങൾ ആയിട്ട് കാണാൻ തക്ക വിധം മനസ്സിനെ മഹത്താക്കി തീർക്കണം എന്നാണ് ഇതിൻ്റെ സാരം അല്ലേ. ഉറുമ്പിനെ കണ്ടാലും ഭഗവാന്റെ ഒരു അവയവമാണ്, അതിനെ കൊല്ലാണ്ട് വിടണം അല്ലേ. അപ്പോൾ ഈ ലോകത്ത് കാണപ്പെടുന്ന ഓരോ വ്യഷ്ടികളും മറ്റോരോ വ്യഷ്ടി ശരീരങ്ങളിൽ നിന്നോ അവരെ പ്രവർത്തിക്കുന്നോ ഇച്ഛയെന്നോ ബീജത്തിൽ നിന്നോ ജനിച്ചവരാണെങ്കിൽ അഖില ലോകത്തിൽ കാണപ്പെടുന്ന ചരാചരങ്ങളും അചരങ്ങളും ഭഗവാന്റെ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി 3 ശക്തികളിൽ നിന്ന് ജനിച്ചതാണേ. അപ്പോൾ ഭഗവാനിൽ നിന്ന് വേറിട്ട് അല്ല സകല ജീവജാലങ്ങളെന്നും കണ്ട് ഭഗവാനെ ഉപാസിക്കണം. അപ്പോൾ സകല ജീവജാലങ്ങളിൽ ഇരിക്കുന്ന ഭഗവാനാന്ന് കണ്ട് ഭഗവാനെ ഉപാസിച്ചോളണം. ഈ ലോകത്തിൽ ഒരു അച്ഛനമ്മമാരുടെ മക്കൾ തമ്മിൽ സഹോദരഭാവം ആദരിച്ച് പരസ്പര സൗഹാർദ്ദത്തോടുകൂടി വസിക്കുന്നതല്ലേ. അച്ഛനമ്മമാരെ
സന്തോഷിപ്പിക്കുന്ന ഉത്തമ പ്രവൃത്തി, അത് സത്യമല്ലേ? അപ്പോൾ അത് സത്യം ആദരണീയമാണെങ്കിൽ സമഷ്ടി ലോകത്ത് കാണപ്പെടുന്ന ചരാചരങ്ങളെ ഒരുപോലെ ആദരിച്ച് സഹായിക്കുന്നത് തന്നെയാണ് ഈശ്വരോപാസനയുടെ പരമരഹസ്യം. ഭഗവാന്റെ മറ്റുള്ള മക്കളെ ആദരിച്ച് സഹായിക്കണമാണ് ഈശ്വരോപാസനയുടെ പരമരഹസ്യം എന്നുള്ള പരമതത്വം ലോകഗുരുവായിട്ടുള്ള ശ്രീ വേദവ്യാസമുനി വർണ്ണനയിൽ ഏറ്റവും സ്പഷ്ടമായിട്ട് എല്ലാവരോടും സ്നേഹപൂർവ്വം ചെയ്തേക്കുന്ന ഉപദേശമാണെന്ന് ധരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ ഈശ്വരാനുഗ്രഹത്തിന് പാത്രീഭൂതരായിട്ട് വരുന്നു. സംക്ഷേപിച്ച് പറയുകയാണ് ഈ കൗസ്തുഭവ്യപദേശേന സ്വാത്മാത്മജ്യോതിർ ബിഭർത്യജ തത്പ്രഭാവ്യാഭിനി സാക്ഷാൽ ശ്രീവത്സ ഉരസ വിഭു. കൗസ്തുഭവ്യപദേശേന, കൗസ്തുഭം എന്നുള്ള പേരുകൊണ്ട് അജ ജന്മരഹിതൻ ആത്മജ്യോതി ശുദ്ധ ജീവചൈതന്യത്തെ ബിഭർത്തി ഭരിക്കുന്നു. വ്യാപിനി വ്യാപിച്ചിരിക്കുന്ന തൽപ്രഭായ അതിൻ്റെ പ്രഭയാതെന്നാണോ താം അതിന് സാക്ഷാൽ വിഭു സാക്ഷാൽ ഭഗവാൻ ഉരസ ഉരസുകൊണ്ട് ശ്രീവത്സം ബിഭർത്തി ശ്രീവത്സം എന്നുള്ള പേരോടുകൂടി ധരിക്കുന്നു. ഭഗവാന്റെ ശരീരത്തിലുള്ള ആഭരണങ്ങളെപ്പറ്റി പറയുകയാണ്. ഇനി അങ്ങോട്ട് ജന്മാദിവികാരങ്ങളില്ലായിരിക്കണം നിത്യാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ കൗസ്തുഭം എന്നുള്ള പേരോട് കൂടി ധരിച്ചിരിക്കുന്ന ആഭരണം എന്താ? ഭഗവാന്റെ ജ്യോതിർമയായിട്ടുള്ള ജീവചൈതന്യം തന്നെയാണ്. അല്ലേ? നമുക്കൊക്കെ നമ്മുടെ ഉള്ളിൽ അല്ലേ നമ്മളൊക്കെ അതിൻ്റെ ഭാഗമാണ്. സകല ജീവജാലങ്ങളുടെയും ചൈതന്യം അല്ലേ? സകല ജീവജാലങ്ങൾക്കും ചൈതന്യം ഉത്ഭവിക്കുന്ന അവിടെ നിന്നാണ്. വിശ്വത്തിലെ സകല ജീവജാലങ്ങളുടെയും പ്രാപ്തിസ്ഥാനം അവിടെ നിന്നാണ് പുറപ്പെടുന്നത്. ജീവചൈതന്യം അവിടെ നിന്ന് പുറപ്പെടുന്നത്. അപ്പോൾ ഭഗവാന്റെ ജീവചൈതന്യം തന്നെയാണ് ശ്രീവത്സം എന്നുള്ള കൗസ്തുഭം എന്നുള്ള ആഭരണം. അതിൽ നിന്ന് വ്യാപിച്ചിരിക്കുന്ന പ്രഭയാണ് ശ്രീവത്സം എന്നുള്ള പേരോടെ മാറിൽ വിളങ്ങണ മറുക. അപ്പോൾ സകല ജീവജാലങ്ങളുടെയും ജീവചൈതന്യം അവിടെ നിന്നാണ് വരുന്നത് അല്ലേ? സ്വമ. അപ്പോൾ ആലോചിച്ചോളൂ, എല്ലാം ഭഗവാനാണ്. സകല ജീവജാലങ്ങളും സ്വമായാം വനമാലാഖ്യാം നാനാഗുണമയീം ദധാത് വാസച്ഛന്ദോമയം പീതം ബ്രഹ്മസൂത്രം ത്രിവൃത് സ്വരം നാനാഗുണമയും ബഹുവിധ ഗുണങ്ങളാവണ സ്വരൂപത്തോടുകൂടി സ്വമായാം തൻ്റെ മായ വനമാലാഖ്യ വനമാല എന്നുള്ള പേരോട് കൂടിയതായിട്ട് ഛന്ദോമയം ഛന്ദസ്സുകളുടെ സ്വരൂപത്തോടുകൂടിയ വേദത്തെ പീതം വാസ പീതാംബരായിട്ടും ത്രിവൃത് സ്വരം 3 സ്വരങ്ങളോടുകൂടിയ പ്രണവത്തെ ബ്രഹ്മസൂത്രം പൂണൂലായിട്ടും ധരിച്ചേക്കുന്നു. അപ്പോൾ ഭഗവാൻ ധരിച്ചേക്കണ വനമാല നാനാവിധ ഗുണങ്ങളോടുകൂടി എങ്ങും പ്രകാശിച്ചിരിക്കുന്ന സ്വന്തം മായ തന്നെയാണ്. പീതാംബരം ഛന്ദസ്വരൂപമായിട്ടുള്ള വേദം അകാരാദി വർണ്ണത്രയത്തോടു കൂടിയ പ്രണവം തന്നെ. അപ്പോൾ ഭഗവൽ മായയാണ് വനമാല എന്നർത്ഥം. പീതാംബരോ വേദമാണ് ഭഗവാന്റെ പീതാംബരം. അകാരാദി വർണ്ണത്രയത്തോടു കൂടിയ പ്രണവം തന്നെയാണ് ഭഗവാന്റെ പൂണൂല്. ഭിവാർത്തി സാഖ്യം യോഗം ച ദേവോ മകരകുണ്ഡലേ മൗലീം പദം പാരമേഷ്ഠ്യം സർവലോക ഭയങ്കരം. ദേവൻ സാഖ്യം യോഗം സാഖ്യത്തെയും യോഗത്തെയും മകരകുണ്ഡലേ ബിഭർത്തി മകരകുണ്ഡലങ്ങളായിട്ട് ഭരിക്കുന്നു. സർവലോക ഭയങ്കരം സകല ലോകങ്ങൾക്ക് അഭയം നൽകണ പരമേഷ്ഠ്യം പദം ബ്രഹ്മലോകത്തെ മൗലീം ബിഭർത്തി കിരീടമായിട്ട് ധരിക്കുന്ന ഭഗവാന്റെ ആനന്ദസ്വരൂപത്തെ ഭക്തന്മാർക്ക് കാട്ടിക്കൊടുക്കണ ജ്ഞാനയോഗവും അഷ്ടാംഗയോഗമാണ് മകരകുണ്ഡലങ്ങൾ. ഇപ്പോൾ ഭഗവത് സ്വരൂപം ആത്മസാക്ഷാത്കാരം ഒക്കെ നമുക്ക് നേടിത്തരുന്ന ജ്ഞാനയോഗവും അഷ്ടാംഗയോഗമാണ് മകരകുണ്ഡലങ്ങൾ. ജനന മരണപ്രവാഹരൂപമായ സംസാര സങ്കടത്തെയും സകല പ്രാണികളെയും സംരക്ഷിച്ച് പരമാനന്ദാനുഭവരൂപമായിട്ടുള്ള കൈവല്യം നൽകണമായിട്ടുള്ള സർവ്വ ഉത്കൃഷ്ടസ്ഥാനമായിട്ടുള്ള ബ്രഹ്മലോകം തന്നെ ഭഗവാന്റെ കിരീടം. അപ്പം നമ്മൾ ഇന്ന് 12ാം ശ്ലോകത്തിൽ നിർത്തിയിട്ട് നാളെ 13ാം ശ്ലോകത്തിൽ തുടങ്ങും. ശ്രീഹരേ നമ ശ്രീഹരേ നമ ശ്രീഹരേ നമ. ഗോപികാജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ ഗോപികാചരണസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ.